A very good morning to all. അപ്പോൾ ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാനായി ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 6:30 ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിയും, യോഗയൊക്കെ കഴിയും. പിന്നെ എൻ്റെ ഡേ ബിഗിൻസായി. സോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് പ്രാർത്ഥനകൾ സ്വീകരിക്കാനുള്ള ഒരു ആത്മാവ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ. സോ വാട്ട് ഈസ് ഐ മീൻ, നമ്മളെല്ലാവരും അവരവരായിട്ടുള്ള റിലീജിയനിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ എല്ലാ റിലീജിയനും നമ്മളെ ടീച്ച് ചെയ്യുന്നത് എന്താണ്? ടു ഡു ഗുഡ്. ആൻഡ് അതിൻ്റെ ബെനിഫിറ്റായിട്ട് എന്താ പറയുന്നത്? ടു ഗെറ്റ് ഹെവൻ. അങ്ങനെ ഒരു ബിലീഫ്സ് ഇല്ലേ. അപ്പോൾ ഗുഡ് കർമാസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെവൻ കിട്ടുന്നതാണ് പറയുന്നത്. എന്താണ് ഹെവനിലേക്ക് പോകുന്നത്? നമ്മളുടെ ഈ ബോഡിയാണോ? അല്ല, നമ്മളതിവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. നമുക്ക് ലോസ്റ്റ് ആവുന്ന ഒരു ഇതാണ്. പിന്നെ എന്താ പോകുന്നത്? നമ്മളുടെ സോൾ, സ്പിരിറ്റ് അല്ലെങ്കിൽ സോൾ അല്ലെങ്കിൽ ആത്മാവ്, വടവ്. ഇപ്പോൾ സിംപ്ലി പറയുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പുഴ, ആ പുഴ ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് കർമ്മ. ആൻഡ് അതിൽ ഒഴുകി പോകുന്ന നമ്മൾ തന്നെ നമ്മളെ റെസ്ക്യൂ ചെയ്യണം. മനസ്സിലായോ? അപ്പം നമ്മളെ രക്ഷിക്കുമ്പോൾ നമ്മളെ വസ്ത്രത്തെ രക്ഷിക്കുക മീൻസ് നമ്മളുടെ ഈ ലോസ്റ്റ് ആവുന്ന ബോഡീനെ രക്ഷിക്കുന്നതിന് ഈക്വലാണ്. നമ്മളെ തന്നെയാണ്, അതായത് ആ ബോഡി പാർട്ടിനെ തന്നെയാണ് രക്ഷിക്കുന്നത് മീൻസ് ആത്മാവിനെ രക്ഷിക്കുന്നതിന് ഈക്വലാണ്. അപ്പം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, നമ്മളെ വസ്ത്രത്തെയാണോ രക്ഷിക്കേണ്ടത് അതോ നമ്മളുടെ ആത്മാവിനെയാണോ രക്ഷിക്കേണ്ടത്? ബോഡീനെയാണ് നമ്മളെപ്പോഴും തൃപ്തിപ്പെടുത്താൻ നോക്കുന്നത് വെച്ചാൽ നമുക്ക് അതിവിടെ ഉപേക്ഷിച്ച് പോകേണ്ട സാധനമാണ്. നമുക്കതിൽ നിന്ന് ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഗുഡ് കർമാസ് ചെയ്ത് നമ്മൾ ഈ സ്പിരിറ്റിനെയാണ് ഇവിടുന്ന് സേവ് ചെയ്യേണ്ടത്. അത് കുറച്ച് ഡീപ്പായിട്ട് തോട്ട് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. ഇത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഗുഡ് കർമാസ് ചെയ്ത് ഗുഡ് തിങ്സ് ചെയ്ത് ഈ ഗോസിപ്സിലോ അല്ലെങ്കിൽ കോൺട്രവേഴ്സീസിലോ ഒന്നും ഇടപെടാതെ മറ്റുള്ള ഒരാളെ ഹേർട്ട് ചെയ്യാത്തത് ഈ ഒരു ഡേ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ ഡേയും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. ഞാൻ ലെന പറയുന്ന പോലെ ഉള്ള അങ്ങനെ ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. അതെങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല. എനിവേ, ഹാവ് എ ഗുഡ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക.